ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിക്സ്ട്രാസ് അൽഗരിതമാണ്. അപ്പോൾ ഡിക്സ്ട്രാസ് അൽഗരിതത്തിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഗ്രാഫ് എടുത്തിട്ട് ആ ഗ്രാഫിൻ്റെ രണ്ട് പോയിൻറ്റ്സ്, ഏതെങ്കിലും രണ്ട് പോയിൻറ്റ്സ്, ഇപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെ ഇത് വെയ്റ്റഡ് ഗ്രാഫാണ്. ഇപ്പോൾ 3 ഇങ്ങനെയൊക്കെ ഒരു പാത്ത് ഉണ്ട്. അപ്പോൾ ഈ പാത്തൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ വന്നിട്ടുള്ളൊരു ഗ്രാഫാണ് ഉള്ളതെന്ന് വിചാരിക്കാം. സപ്പോസ് നമുക്ക് ഇവിടുന്ന് ഈ പറഞ്ഞിരിക്കുന്ന എ എന്ന് പറഞ്ഞൊരു പോയിന്റിൽ നിന്ന് ബി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എത്തണം എന്ന് വിചാരിക്കാം. ഇതിൻ്റെയൊക്കെ ഓരോ വെയിറ്റ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കിലോമീറ്റേഴ്സ്, ഒരു രണ്ട് ഡെസ്റ്റിനേഷൻ എന്നുള്ള രീതിയിലേക്ക് കണക്കാക്കാം. എ എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ബിയിലെത്തണം. അപ്പോൾ ബിയിലെത്തുന്ന സമയത്ത് ഒരുപാട് റൂട്ട് ഉണ്ട്, പക്ഷെ അതിൽ ഏറ്റവും ലെങ്ത് കുറവായ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കുറവായ പാത്ത് ഏതാണ് അല്ലെങ്കിൽ റൂട്ട് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അൽഗരിതമാണ് ഇത് ഡിക്സ്ട്രാസ് അൽഗരിതം. ഡിക്സ്ട്രാസ് അൽഗരിതം ഓൾറെഡി നിങ്ങൾ കേട്ട് കാണുന്നതായിരിക്കും. നമ്മളിവിടെ ഇതിൻ്റെ ഗ്രാഫിൻ്റെ രീതിയിലുള്ള അൽഗരിതം, ഗ്രാഫിൻ്റെ രീതിയിൽ എങ്ങനെ അൽഗരിതം അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡിക്സ്ട്രാസ് അൽഗരിതത്തിൻ്റെ ഇതിലേക്ക് പോകാം. അപ്പോൾ നോക്കാം. ദ പ്രോബ്ലം ഓഫ് ഫൈൻഡിങ് ദ പാത്ത് ഫ്രം എ സ്പെസിഫൈഡ് വെർട്ടെക്സ് എസ് ടു അനദർ സ്പെസിഫൈഡ് വെർട്ടെക്സ് ടി ക്യാൻ ബി സ്റ്റേറ്റഡ് ആസ് ഫോളോസ്. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഡിക്സ്ട്രാസ് അൽഗരിതത്തിൻ്റെ ഉപയോഗം ചോദിച്ചാൽ പറയുന്നതാണ് എന്ത്, ഒരു സ്പെസിഫൈഡ് വെർട്ടെക്സ് എസ് എന്ന് പറയുന്ന ഒരു സ്പെസിഫൈഡ് വെർട്ടെക്സ് എന്ന് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഒരു സ്പെസിഫൈഡ് വെർട്ടെക്സ് ടിയിലേക്ക് എത്തുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ എസ് ഉദ്ദേശിക്കുന്നത് സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ്, ടി എന്ന് പറഞ്ഞാൽ ടെർമിനൽ വെർട്ടെക്സ്, അതിൻ്റെ ഷോർട്ടായിട്ടാണ് എസ് ആൻഡ് ടി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കാം. എസ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് ആണ്, അതുപോലെ ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ എൻ വെർട്ടെക്സ് ആണ്, അല്ലെങ്കിൽ നമുക്ക് എത്തേണ്ട ഡെസ്റ്റിനേഷൻ ആണ്, അല്ലെങ്കിൽ ടെർമിനൽ പോയിന്റ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നതാണ് എ സിമ്പിൾ വെയ്റ്റഡ് ഡൈഗ്രാഫ്. എന്താണ് ഡൈഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്റ്റഡ് ഗ്രാഫാണ്. ഞാനിവിടെ ജനറലായിട്ട് ഡിക്സ്ട്രാസ് അൽഗരിതം കാണേണ്ട കേസ് നമ്മൾ പറയാണ്. അപ്പോൾ ജനറലായിട്ട് പറയുന്ന സമയത്ത് ഇത് നമുക്ക് എന്തിനും ഉപയോഗിക്കാൻ പറ്റും. ഡയറക്റ്റഡ് ഗ്രാഫിനും ഉപയോഗിക്കാം, അതേസമയം എന്തിനും യൂസ് ചെയ്യാം, അൺഡയറക്റ്റഡ് ഗ്രാഫിനും യൂസ് ചെയ്യാം. നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ മെട്രിക്സസും അല്ലെങ്കിൽ 5th മൊഡ്യൂളിലെ മെട്രിക്സസ് ഒക്കെ നമ്മൾ ഏതിൻ്റെ ബേസിലാണ് പഠിച്ചത്, അൺഡയറക്റ്റഡ് ഗ്രാഫിൻ്റെ കേസിലാണ് പഠിച്ചത്. അവിടെയൊക്കെ നമുക്ക് എന്ത് വേണമെങ്കിലും ഡിഫൈൻ ചെയ്യാം. ഡയറക്റ്റഡ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഡയറക്റ്റഡ് മെട്രിക്സ്, ഡയറക്റ്റ് ഇൻസിഡൻസ് മെട്രിക്സ്, ഡയറക്റ്റ് അഡ്ജൻസൻസി മെട്രിക്സ് ഒക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ എല്ലാം ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ മൊഡ്യൂൾ വല്ലാതെ ലെങ്തി ആയി പോകുന്നതുകൊണ്ടാണ് നിങ്ങളുടെ സിലബസ് പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞത്. ഞാൻ ജസ്റ്റ് റിവിഷൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അതായത് ഡയറക്റ്റഡ് ആയിട്ട് വരുന്ന ചില ഗ്രാഫുകൾ നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്ജസൻസിയും ഇൻസിഡൻസിയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് പറയും. അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ നിങ്ങൾ ഇവിടെ പഠിക്കുന്ന ഡിക്സ്ട്രാസ് എന്ന് പറയുന്നത് ജനറൽ ആയിട്ട് നമ്മൾ അൺഡയറക്റ്റഡ് ഗ്രാഫ് ആണെങ്കിലും ഡയറക്റ്റഡ് ഗ്രാഫ് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. ഓക്കെ, എ സിമ്പിൾ വെയ്റ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, എഡ്ജസിനൊക്കെ ഒരു പ്രത്യേക നമ്പർ, ഒരു റിയൽ നമ്പർ അസൈൻ ചെയ്ത് വരയ്ക്കുന്ന ഗ്രാഫുകളാണ് നമ്മൾ വിളിക്കുക വെയ്റ്റഡ് ഗ്രാഫ്. വെയ്റ്റഡ് ഡൈഗ്രാഫ് എന്ന് പറഞ്ഞാൽ അതൊരു വെയ്റ്റഡ് ഡയറക്റ്റഡ് ഗ്രാഫാണ്. ഓക്കെ, G of n vertices is described as an n by n matrix Dij, where Dij is equal to length, means distance or weight of the directed edge from I to vertex j, and Dij is equal to 0 and Dij equal to infinity if there is no edge from I to j. സിമ്പിൾ ആണ്. നമ്മളൊരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ഗ്രാഫിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു മാട്രിക്സ് ഡിഫൈൻ ചെയ്യുന്നു. ഡി എന്ന് പറയുന്ന ഒരു മാട്രിക്സ്. ഡി എന്ന് പറയുന്ന മാട്രിക്സ് ശരിക്കും പറഞ്ഞാൽ വെയ്റ്റിൻ്റെ മാട്രിക്സ് ആണ്, അല്ലെങ്കിൽ ലെങ്ത്തിൻ്റെ മാട്രിക്സ് ആണ്. അപ്പോൾ ആ മാട്രിക്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ഐ എന്ന് പറയുന്ന V1 എന്ന് നമ്മൾ ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടൊരു കേസ് എടുക്കാം. ഇവിടെ V1, ഇവിടെ V2, ഇവിടെ V3 എന്ന് പറയുന്നുണ്ട് വിചാരിക്കുക. ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന D11 എന്ന് പറഞ്ഞത് ഇവിടെയുള്ള എലമെൻ്റ് ആയിരിക്കും. D12 എന്ന് പറഞ്ഞത് അതിൻ്റെ സെക്കൻഡ് എലമെൻറ്റ്. D13 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോയില് ഫസ്റ്റ് എലമെൻറ്റ്. സോറി, D13 അല്ല, D21 ആൻഡ് D22. ദെൻ ഈ എലമെൻറ്റ്സ് എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക? V1 ആണ് ആദ്യത്തെ വെർട്ടെക്സ്, V2 എന്ന് പറയുന്നത് സെക്കൻഡ് വെർട്ടെക്സ്. V1 നിന്ന് V2ലേക്ക് ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മൾ എന്ത് മാർക്ക് ചെയ്യുക, 1 എന്ന് മാർക്ക് ചെയ്യുക. ജനറൽ ആയിട്ട് ഈ ഡി എന്ന് പറയുന്ന മാട്രിക്സ് എഴുതാൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ വേർട്ടിസസ് എഴുതും, അഡ്ജസൻസി പോലെ തന്നെ വേർട്ടിസസ് എഴുതും. ഇവിടെയും വേർട്ടിസസ് തന്നെ എഴുതി വെക്കും. ഓക്കെ, എത്ര വേർട്ടെക്സ് ഉണ്ടോ അത് അപ്പുറം ഇപ്പുറം റോ വൈസും കോളം വൈസും എഴുതും. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് എന്ത് കിട്ടുന്നത്, ഡി എന്ന് പറയുന്നത് n by n മാട്രിക്സ് ആയിട്ട് വരുന്നത്. ഡി എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ പാത്തിൻ്റെ ലെങ്ത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡി എന്ന് പറയുന്നത് ഇപ്പം V1 to V2 എന്ന് പറയുന്നത്
1 ആണ് അതിൻ്റെ ലെങ്ത് എങ്കിൽ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് 1 ആണെങ്കിൽ അവിടെ 1 എന്ന് എടുക്കുക. ഇനി V1 നിന്ന് V3യിലേക്ക് എത്താൻ വേണ്ടി ഡയറക്റ്റ് ആയിട്ട് ഒരു എഡ്ജ് ഇല്ല അല്ല, ഡയറക്റ്റ് ആയിട്ട് ഒരു എഡ്ജ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്ന V1 നിന്ന് V3യിലേക്ക് ഡയറക്റ്റ് നമുക്ക് പോകാൻ പറ്റില്ല. അവിടെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കേസ് ഇത് ഫസ്റ്റത്തത് V1 V2 V3 വരും, 3 വെർട്ടെക്സ് വരും, 2 അല്ല, അത് ആ രീതിയിൽ തന്നെ മനസ്സിലാക്കാം. 2 വെർട്ടെക്സ് അല്ല 3 വെർട്ടെക്സ് ഉണ്ട്. സോ ഇതൊരു 3x3 മാട്രിക്സ് ആണ്. അപ്പോൾ ആ മാട്രിക്സ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ പറയാം. V1 V2 V3 അതുപോലെ എന്തും ചെയ്യാം, ഇവിടെയും V1 V2 ആൻഡ് V3, കുഴപ്പമില്ലല്ലോ. അപ്പോൾ 3 വെർട്ടെക്സ് അപ്പുറം 3 വെർട്ടെക്സ് ഇപ്പുറം എഴുതാം. ദെൻ V1 നിന്ന് V1ലേക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ലെങ്ത് എന്ന് പറഞ്ഞത് ഇല്ല, ഇവിടെ 0 ആണ്. ഓക്കെ, അതുപോലെ V2 നിന്ന് V2യിലേക്ക് എന്ത് തന്നെയാണ്, 0 ആണ്. V3 നിന്ന് V3യിലേക്ക് എന്ത് തന്നെയാണ്, 0 ആണ്. ഇനി അടുത്തത് V1 നിന്ന് V2യിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു എഡ്ജ് ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഇപ്പം ഞാൻ ഡിഫൈൻ ചെയ്തത് ഏതിൻ്റെ കേസാണ്, അൺഡയറക്റ്റഡ് ഗ്രാഫാണ്. അവിടെ ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ തന്നെ എന്തായി, V1 നിന്ന് V2യിലേക്കും V2 നിന്ന് V1യിലേക്കും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. അല്ലാത്ത കേസിന് ഡിസ്കസ് ചെയ്യാം. തൽക്കാലം നമ്മൾ അൺഡയറക്റ്റഡിൻ്റെ കേസിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് ഡയറക്റ്റഡിൽ വരുന്ന സമയത്ത് എന്താ സംഭവിക്കാന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ജനറലായിട്ട് ഞാൻ ജസ്റ്റ് ഈ പറഞ്ഞിരിക്കുന്ന കംപ്ലീറ്റ് ഇതിൻ്റെ സിസ്റ്റമാറ്റിക് വരുന്ന എല്ലാ കാര്യങ്ങളും ഡയറക്റ്റഡിനെ അല്ല ബേസ് ചെയ്യുന്നത്, അൺഡയറക്റ്റഡിനെ ബേസ് ചെയ്തുകൊണ്ട് പറയുന്നു. ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റ് എടുത്തിട്ട് കൃത്യമായിട്ട് പറയും. അപ്പോൾ ആ എക്സാമ്പിളിൽ നിങ്ങൾ ഡയറക്ഷൻ ഇല്ലെങ്കിലും എന്താ സംഭവിക്കുക എന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, സോ ഈ പറഞ്ഞിരിക്കുന്ന V1 V2 ഇടയിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ ആ എഡ്ജിന്റെ ലെങ്ത് എത്രയാണോ അതിനാ ഇവിടെ കൊണ്ടുപോയി എഴുതാം. ഓക്കെ, അപ്പോൾ V1 V2 തമ്മിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു എഡ്ജ് ഉണ്ട്, അവിടെ ഞാൻ എന്ത് ചെയ്തു, 1 എന്ന് കൊടുത്തു. ഇനി V1 V3 നോക്കിയേ, ഡയറക്റ്റ് ആയിട്ട് ഒരു എഡ്ജ് ഉണ്ടോ, V1 V3യിലേക്ക് നമുക്ക് പോവാം. പക്ഷേ മീൻ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ, V1 V3യിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു എഡ്ജ് ഉണ്ടോ ഇല്ലയോ നോക്കിയാൽ നിങ്ങൾക്ക് പറയാം എന്താണ്, ഇല്ല. ദാറ്റ് മീൻസ് അവിടെ നമ്മൾ 0 കൊടുക്കാൻ പറ്റില്ല, കാരണം ഓൾറെഡി 0 ഞാൻ എന്ത് ചെയ്തു അവിടെ എത്തി. എന്ന് വെച്ചാൽ V1 ഒരിക്കലും V3യിലേക്ക് എത്തൂല. ആ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് എത്തൂല എന്നുള്ള മീനിങ്ങിൽ, ഡയറക്റ്റ് ആയിട്ട് എത്തൂല മീൻസ് അവിടെ നിന്ന് ഒറ്റ ഇതിൽ എന്തില്ല, എഡ്ജ് ഇല്ല. അതുകൊണ്ടാണ് ആ രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അവിടെ എന്ത് കൊടുക്കാം, ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു സിമ്പൽ കൊടുക്കാം. ഓക്കെ, ദെൻ ഇതേ പ്രോസസ്സ് V2യിൽ അപ്ലൈ ചെയ്യാം. V2 നിന്ന് ഡയറക്റ്റഡ് അല്ലാത്ത ഗ്രാഫ് ആയതുകൊണ്ട് V1 നിന്ന് V2യിൽ ഉള്ളത് കൊണ്ട് എന്തുണ്ടാവും, V2 നിന്ന് V1യിലേക്കും ഉണ്ട്. സോ അതും എന്ത് തന്നെയാണ്, 1 തന്നെയാണ്. V2 നിന്ന് V3യിലേക്കും ഉണ്ട്, അത് എത്രയാണ്, 2 ആണ്. ദെൻ V3 നിന്ന് V1യിലേക്ക് ഒന്നുമില്ല, അഗെയിൻ ഇൻഫിനിറ്റി ആണ്. ഡയറക്റ്റഡ് എഡ്ജ്, ഒറ്റ എഡ്ജ്. ഡയറക്റ്റഡ് എഡ്ജ് എന്ന് മീൻ ചെയ്യുന്നത് എന്താ, ആ എഡ്ജിന്റെ n വെർട്ടെക്സ് V1 മറ്റേ n വെർട്ടെക്സ് V3 ആയിട്ട് വരുന്ന എഡ്ജസ്, അങ്ങനെ ഒരു എഡ്ജ് ഇല്ല. സോ അതില്ലാത്തത് കൊണ്ട് അത് ഇൻഫിനിറ്റി. V3 നിന്ന് V2യിലേക്ക് വരുന്ന സമയത്ത് അത് 2 കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, D എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. ആദ്യം പഠിച്ചു വെക്കേണ്ട കൺസെപ്റ്റ് ഇതാണ്. ഓക്കെ, ഇനി ഇവിടെ സപ്പോസ് ഇങ്ങനെയാണ് ഏരോ മാർക്ക്, ഇങ്ങനെ ഒരു ഏരോ മാർക്ക് ഉള്ള ഒരു ഡയറക്റ്റഡ് ഗ്രാഫാണ് ഉള്ളതെന്ന് വിചാരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡയറക്റ്റഡ് എഡ്ജ് എന്ന് പറയുമ്പം V1 നിനക്ക് V2യിലേക്ക് പോവാം. ഓക്കെ, 1 വേ ആണ്. V2 എന്ത് ചെയ്യാൻ പറ്റൂല, V2 V1യിലേക്ക് എന്തില്ല, പെർമിഷൻ ഇല്ല. ദാറ്റ് മീൻസ് നമുക്ക് ഇവിടെ വരുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന V2 V1യിലേക്കുള്ള നേരത്തെ ഞാൻ എഴുതിയ 1 എന്തായിട്ട് മാറും, ഇവിടെ 0 ആയിട്ട് മാറും. ഓക്കെ, അതുപോലെ V2 V3യിലേക്ക് എന്തില്ല, ഡയറക്റ്റഡ് എഡ്ജ് ഇല്ല. കാരണം V3 V2യിലേക്കാണ് ഏരോ മാർക്ക്. ദാറ്റ് മീൻസ് V3 V2യിലേക്ക് മാത്രമേ ആ വ്യക്തിക്ക് പോകാൻ പറ്റുള്ളൂ. തിരിച്ചിട്ട് എന്തില്ല, പോസിബിൾ അല്ല. കാരണം അതൊരു 1 വേ ട്രാഫിക് ആണെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, V2 V3യിലേക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു എഡ്ജ് ഇല്ലാത്തത് കൊണ്ട് അവിടെ നമുക്ക് എന്ത് കൊടുക്കേണ്ടി വരും, ഇൻഫിനിറ്റി കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഡയറക്റ്റഡ് ഗ്രാഫിൽ എന്താണ് സംഭവിക്കാന്ന് മനസ്സിലാക്കുക, അൺഡയറക്റ്റഡ് ഗ്രാഫിൽ എന്താ സംഭവിക്കാന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഡയറക്റ്റഡ് ഗ്രാഫിൽ ഡയറക്റ്റഡ് എഡ്ജ് ആണ് മീൻ ചെയ്യുന്നത്, അത് മാത്രം മനസ്സിൽ നിന്ന് ഉറപ്പിക്കാം. അപ്പോൾ V1 V2യിലേക്ക് ഡയറക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ V1 V2യിലേക്ക് എനിക്ക് പോകാൻ പറ്റൂ. തിരിച്ചിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റൂ. ഇല്ലെങ്കിൽ അങ്ങോട്ടേക്കൊരു ലെങ്ത്തും ഇങ്ങോട്ടേക്ക് ഇൻഫിനിറ്റി ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന അടുത്ത കാര്യങ്ങൾ, അതായത് D എന്ന് പറയുന്ന മാട്രിക്സ് ലെങ്ത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള മാട്രിക്സ് ആണ്. ആ ലെങ്ത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള മാട്രിക്സിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ആ മാട്രിക്സിൽ എങ്ങനെയാണ് എലമെന്റ്സ് വരിക എന്നുള്ളതാണ് അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. അപ്പോൾ ഇവിടെ നോക്കാം,
ഡി ഐ ജെ എന്ന് പറയുന്ന ഒരു എലമെന്റ്, ജനറൽ ആയിട്ടുള്ള എലമെന്റ് ആണ് ഡി ഐ ജെ എന്ന് പറയുന്നത്. ഡി ഐ ജെ ഇസ് ഈക്വൽ ടു ലെങ്ത് ആണ്. ലെങ്ത്, എന്ത് ലെങ്ത്? ലെങ്ത് ഓഫ് ഡയറക്റ്റഡ് എഡ്ജ് ഫ്രം വേർട്ടെക്സ് ഐ ടു വേർട്ടെക്സ് ജെ. അതായത് ഡി ഐ ജെ എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. ആ ലെങ്ത് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് ആ എഡ്ജിന്റെ വെയിറ്റോ ഡിസ്റ്റൻസോ ഫ്രം എന്ത് ആ ഡയറക്റ്റഡ് എഡ്ജിന്റെ ഐത്ത് വേർട്ടെക്സ് നിന്ന് ജെത്ത് വേർട്ടെക്സിലേക്കുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള എഡ്ജിന്റെ ലെങ്ത് എത്രയാണോ അതിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്? ഡി ഐ ജെ ഡിനോട്ട് ചെയ്യുന്നത്. വേറെ ഐ നോട്ട് ഈക്വൽ ടു എന്താണ്? ഐ നോട്ട് ഈക്വൽ ടു ജെ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. കാരണം ഐന്ന് ഐയിലേക്കുള്ളത് ഡിസ്റ്റൻസ് നമ്മൾ എന്താക്കിയിട്ടാണ് ചൂസ് ചെയ്യുന്നത്? 0 ആക്കിയിട്ടാണ്. അതുപോലെ ഐന്ന് ജെയിലേക്ക്, അതായത് ഇഫ് ദർ ഈസ് നോ എഡ്ജ് ഫ്രം ഐ ടു ജെ, ദെൻ നമ്മൾ അതിന് ഒരു വലിയൊരു ലാർജ് വാല്യൂ കൊടുക്കുന്നു. പക്ഷെ ലാർജ് വാല്യൂ എന്നുള്ളത് നമ്മളിപ്പം ഇപ്പോൾ 9999 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂസ് നമുക്ക് കൊടുക്കാം. പക്ഷെ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താ ഇങ്ങനെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഓരോരാൾ ഓരോ രീതി ചൂസ് ചെയ്യും. തൽക്കാലം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മളൊരു വലിയൊരു ലാർജ് വാല്യൂ ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് സിമ്പിൾ അസൈൻ ചെയ്യുന്നു? ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു സിമ്പിൾ അസൈൻ ചെയ്യുന്നു. അപ്പൊ ഇത്രയും മനസ്സിലാക്കുക. ഡി എന്ന് പറയുന്ന മെട്രിക്സ് എങ്ങനെയാണ് എഴുതുക, അല്ലെങ്കിൽ ഡി എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് ഞാൻ പറയുമ്പം ഇങ്ങനെയാണ് അതിലെ എലമെന്റ്സ് നമ്മൾ എഴുതേണ്ടതെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി എങ്ങനെയാണ് ഡിയും ഡിക്സ്ട്രാസും തമ്മിലുള്ള റിലേഷൻ എന്നുള്ളത് നമുക്കിനി നോക്കാം. ഓക്കെ, അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി അൽഗോരിതം എന്താണെന്ന് മനസ്സിലാക്കുക. ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി അൽഗോരിതം പറയുന്നത് സിമ്പിളാണ്. അപ്പോൾ അത് ചിലപ്പോൾ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ തന്നെ വരുന്നത്. നോക്കാം. ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി അൽഗോരിതം. ഡിക്സ്ട്രാസ് അൽഗോരിതം ലേബൽസ് ദ വേർഡിസസ് ഓഫ് ദ ഗിവൺ ഡൈഗ്രാഫ്. എവിടെ ഡൈഗ്രാഫ് എന്ന് ഓർമ്മിച്ചാലും നിങ്ങളത് മനസ്സിലാക്കുക. അൺഡയറക്റ്റഡ് ആണെങ്കിലും ഡയറക്റ്റഡ് ആണെങ്കിലും സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അറ്റ് ഈച്ച് സ്റ്റേജ് in the algorithm, some vertices have permanent label and others are temporary labels. Okay, ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ആദ്യം ഇത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പം ഇതാണ് നമ്മുടെ ഒരു ഗ്രാഫ് എങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ വേർഡിസസിനും ഒരു പെർട്ടിക്കുലർ ലേബൽ ഞാൻ അസൈൻ ചെയ്യും. ഓക്കെ, ആ ലേബൽ എങ്ങനെ അസൈൻ ചെയ്യും എന്നുള്ളത് ഞാനൊരു എക്സാമ്പിൾ വെക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ആ ലേബല് ഓരോ സ്റ്റേജിലും ചിലപ്പോൾ മാറാം. ചില വെർട്ടിസസിൻ്റെ മാറാം, ചിലത് പെർമനൻ്റ് ആയിട്ട് നിൽക്കാം. എന്ന് വെച്ചാൽ അതൊരിക്കൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യുന്നില്ല, പിന്നീട് അങ്ങോട്ടേക്ക് ഒരു മാറ്റം വരുന്നില്ല. ആ മാറ്റം വരാതിരിക്കാനുള്ള സാഹചര്യം കാരണങ്ങളൊക്കെ നമ്മൾ പറയും. അതിനു മുന്നേ ഇത്ര മാത്രം മനസ്സിലാക്കുക. ഇപ്പം 2 കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഒന്ന്, ഡി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഞാൻ അവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഗ്രാഫിൽ ഓരോ വെർട്ടിസസിനും ഞാൻ എന്ത് ചെയ്യുന്നു, ഓരോ പെർട്ടിക്കുലർ നമ്പർ അസൈൻ ചെയ്യുന്നു. ആ നമ്പർ മേ ബി 1 2 3 എന്ന് പറയുന്ന നമ്പർ ആവാം, അതിൻ്റെ വെയിറ്റ് ആവാം, അല്ലെങ്കിൽ വെയിറ്റിൻ്റെ സം ആവാം, എന്തായാലും ഒരു റിയൽ നമ്പർ ആവാം, അല്ലെങ്കിൽ ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു സിമ്പൽ ആവാം, അല്ലെങ്കിൽ ഒരു 0 എന്ന് പറയുന്ന വാല്യൂ ആവാം. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു വാല്യൂ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ വെർട്ടിസസിനും നമ്മൾ എന്ത് ചെയ്യും, ലേബലായിട്ട് കൊടുക്കും. ഓക്കെ, അതിൽ ചിലത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഐട്രേഷൻ പ്രോസസ്സിലേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ട ആവശ്യം വരില്ല, മാറ്റേണ്ടി വരില്ല. അത്തരത്തിലുള്ള ലേബൽസിനെയാണ് നമ്മൾ പെർമനന്റ് ലേബൽ എന്ന് വിളിക്കുക. ചിലത് നമ്മൾ ടെമ്പററി ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. അടുത്ത സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ആ ലേബൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, മാറ്റിക്കൊണ്ടേയിരിക്കും. എന്നാലും ഈ പറഞ്ഞിരിക്കുന്ന വേർട്ടിസസിനൊക്കെ നമ്മൾക്ക് എന്ത് കിട്ടണം, പെർമനന്റ് ലേബൽ കിട്ടിത്തക്ക രീതിയിലാണ് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആവുക. ഓക്കെ, അത് അന്നേരം പറയാം. അപ്പോൾ ജസ്റ്റ് ഇത്ര മാത്രം മനസ്സിലാക്കുക. Dijkstra's algorithm labels the vertices of the given digraph at each stage. സ്റ്റേജ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ തവണയുള്ള ഐട്രേഷൻ ആണ്. ആദ്യം ഒന്ന് കഴിഞ്ഞു, പിന്നെ രണ്ടാമത്തെ, പിന്നെ മൂന്നാമത്തത്. ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞ അൽഗോരിതംസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഓരോ ഐട്രേറ്റീവ് സ്റ്റെപ്പിലേക്ക് നമ്മളിങ്ങനെ പോകണം. At each stage in the algorithm, some vertices have permanent labels and others temporary labels. The algorithm begins by assigning a permanent label infinity to the starting vertex S and a temporary label to the remaining ഈ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇൻഫിനിറ്റി ആണ്, ജസ്റ്റ് ഇവിടെ 0. നമ്മൾ സ്റ്റാർട്ടിംഗ് വേർട്ടെക്സിന് എന്ത് കൊടുക്കും, ഞാൻ പറഞ്ഞു എന്തായാലും എല്ലാ വേർട്ടിസസിനും ഓരോ ഇത് അസൈൻ ചെയ്യണം, ഓരോ വാല്യൂസ് അസൈൻ ചെയ്യണം. അപ്പോൾ ഏത് പോയിന്റ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഡിക്സ്ട്രാസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഒരു വെർട്ടെക്സ് നിന്ന്, ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു എസ് എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ് നിന്ന് ടി എന്ന് പറയുന്ന ഒരു വെർട്ടെക്സിലേക്കുള്ള ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കാൻ അല്ല. അപ്പോൾ ഇവിടെ എസ് എന്ന് പറയുന്നതിലാണ് ഞാൻ സ്റ്റാർട്ടിങ് എങ്കിൽ അതിന് ഞാൻ കൊടുക്കുന്നതാണ് 0 എന്ന് പറയുന്ന പെർമനന്റ് ആയിട്ടുള്ള ഒരു വാല്യൂ നമ്മൾ അവിടെ കൊടുക്കും. പെർമനന്റ് ആയിട്ടുള്ള
ലേബൽ നമ്മൾ അവിടെ അസൈൻ ചെയ്യും. ഓക്കെ, ബാക്കിയുള്ള എല്ലാ വേർട്ടിസസിനും എന്ത് അസൈൻ ചെയ്യും? ഇൻഫിനിറ്റി അസൈൻ ചെയ്യും. നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, ഡെസ്റ്റിനേഷൻ പോയിന്റിൽ ഇൻഫിനിറ്റി മാറി ഒരു പെർട്ടിക്കുലർ നമ്പർ വരുന്നുണ്ടെങ്കിൽ ആ വരുന്നത് വരെയാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിൽ നിന്ന് ഓർമ്മിച്ച് വെക്കുക. സ്റ്റെപ്പിൽ വരുമ്പോൾ പറയും. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ആ ജസ്റ്റ് ആ സ്റ്റെപ്പ് നോക്കാം. ദ അൽഗോരിതം ബിഗിൻസ് ബൈ അസൈനിങ് എ പെർമനന്റ് ലേബൽ 0 ടു ദി സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് എസ് ആൻഡ് എ ടെമ്പററി ലേബൽ ഇൻഫിനിറ്റി ടു ദ റിമൈനിങ് n-1 വെർട്ടിസസ് എന്ന് പറയാൻ കാരണം ഓൾറെഡി n വെർട്ടെക്സ് ഉള്ള ഒരു ജനറൽ ഗ്രാഫാണ് ഞാൻ എടുക്കുന്നത്. അതിൽ ഒരു വെർട്ടെക്സ് സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ്, അതിന് 0, അതൊഴികെയുള്ള ബാക്കി n-1 വെർട്ടിസസിന് ഞാൻ എന്ത് കൊടുക്കുന്നു? ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു ലാർജ് വാല്യൂ അസൈൻ ചെയ്യുന്നു. ഫ്രം ദെൻ ഓൺ ഇൻ ഈച്ച് iteration another vertex gets a permanent label according to the following rule. അപ്പോൾ ആദ്യം സ്റ്റാർട്ടിംഗ് വെർട്ടെക്സിന് പെർമനന്റ് ലേബൽ കൊടുത്തു, ഇനി ബാക്കിയുള്ള വേർട്ടിസസിന് പെർമനന്റ് ലേബൽ കൊടുക്കണം. യൂസിങ് ഏത് ഇക്വേഷൻ? ഞാൻ ഇനി പറയാൻ പോകുന്ന ഇക്വേഷൻ. എവറി വെർട്ടെക്സ് I that is not yet permanently labeled gets a new temporary label whose value is given by minimum of old label of j. ഇത് j ആണ്. old label of j, sorry, every vertex I ആണ്. old label of j, old label of I plus dij. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക. എക്സാമ്പിൾ വരുമ്പോൾ മാത്രം എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവുമല്ലോ. ക്ലിയർ ആയിട്ട് അവിടെ പറഞ്ഞുതരാം. ജസ്റ്റ് ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. നമ്മൾ ആദ്യം എസിന് ഫിക്സഡ് ആയിട്ട് 0 എന്ന് പറയുന്ന ഒരു ടെമ്പററി ലേബൽ അല്ല, പെർമനന്റ് ലേബൽ കൊടുത്തു. ബാക്കിയുള്ളതിനൊക്കെ ടെമ്പററി ലേബൽ ഇൻഫിനിറ്റി അസൈൻ ചെയ്തു. ദെൻ അടുത്ത സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാ വേർട്ടിസസിന് എനിക്ക് എന്ത് കിട്ടണം? പെർമനന്റ് ലേബൽ കിട്ടണം. അപ്പോൾ അതിന് പെർമനന്റ് ലേബൽ അസൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷനാണ്. നമ്മൾ ആദ്യം ആ ജെ എന്ന് പറയുന്ന വേർട്ടെക്സിന്റെ ഓൾറെഡി ഉള്ള, ഇത് ജെ ആണ്, ഓൾറെഡി ഉള്ള ലേബൽ നമ്മൾ ഓൾറെഡി നോക്കാം. ആ ലേബലും ഓൾറെഡി ഈ പറഞ്ഞിരിക്കുന്ന ഐ എന്ന് ഉദ്ദേശിക്കുന്നത് ജെയിലേക്ക് തൊട്ട് മുന്നേ വരുന്ന ഒരു വേർട്ടെക്സ് ഉണ്ടാവുമല്ലോ, അതിനെയാണ്. ഇത് ജെ ആണെങ്കിൽ ഇത് ഐ ആണ്. അപ്പോൾ ആ ഐന്ന് തൊട്ട് മുന്നേ വരുന്ന വേർട്ടെക്സിന് അതിൻ്റെ ലേബൽ എത്രയാണോ അതിനോട് ഈ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ഇപ്പം 5 ആണ് ഇതിൻ്റെ ലേബല്, ഇതിൻ്റെ സപ്പോസ് ഇൻഫിനിറ്റി ആണെന്ന് വിചാരിക്കാം. ഇതിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഇതിൻ്റെ ഓൾഡ് ലേബൽ ഓഫ് ജെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കൊടുക്കും? ഇൻഫിനിറ്റി കൊടുക്കും. ഓൾഡ് ലേബൽ ഓഫ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇവിടെ ഉള്ളത് 5 ആണ്, പ്ലസ് എന്തും കൂടി ഇതാക്കുക, dij എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ആണ്, ദാറ്റ് ഈസ് 6 എന്ന് വരും. സോ ഓട്ടോമാറ്റിക്കലി മിനിമം വാല്യൂ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി. ശ്രദ്ധിക്കണം, ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ വലിയൊരു വാല്യൂ ആണ്. ഓക്കെ, വലിയൊരു വാല്യൂ എന്ന് വെച്ചാൽ ഇവിടെ ഏത് വാല്യൂ ഇട്ടാലും അതിനെക്കാട്ടി വലിയൊരു വാല്യൂ ആണത് ഇൻഫിനിറ്റി. സോ മിനിമം ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് എന്താ? മിനിമം ഓഫ് 2, 3 എന്ന് പറഞ്ഞാൽ 2ലും 3ലും ഏതാണ് മിനിമം? ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ മിനിമം ഓഫ് 4, 5 എന്ന് പറഞ്ഞാൽ 4 ആണ് ഉത്തരം. അപ്പോൾ അത് ഒരു വാല്യൂ ആയിരിക്കും. അപ്പോൾ അതിൽ ആ രണ്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണോ വാല്യൂസ് അതിൻ്റെ മിനിമം വാല്യൂ എന്ന് വെച്ചാൽ അതെടുക്കാം. ഓക്കെ, where I is the latest vertex permanently labeled. തൊട്ട് മുന്നേത്തെ ഇതിൽ പെർമനന്റ്ലി ലേബൽ ആയിട്ടുള്ള വെർട്ടെക്സിനെയാണ് നമ്മൾ I എന്ന് വിളിക്കുന്നത്. In the previous iteration and dij is the direct distance between I and j. Already നമ്മൾ പറഞ്ഞു. If I and j are not joined by an edge, so I and j തമ്മിൽ എന്ത് തൊട്ട് പ്രീവിയസ് ആയിട്ട് പെർമനന്റ്ലി ലേബൽ ആയിട്ടുള്ള വെർട്ടെക്സ് ഈ വെർട്ടെക്സുമായിട്ട് അഡ്ജസന്റ് അല്ലെങ്കിൽ അതിനെല്ലൊരു എഡ്ജ് ഇല്ലെങ്കിൽ അവിടെ നമ്മൾ എന്ത് കൊടുക്കും? ആ പറഞ്ഞിരിക്കുന്ന dij വാല്യൂ ഇൻഫിനിറ്റി ആയിട്ട് അസൈൻ ചെയ്യും. ഓക്കെ, the smallest value among all the temporary labels is found and then it becomes the permanent label of the corresponding vertex. Okay, in case of a tie, select any one of the candidates for permanent label. അപ്പോൾ ഇങ്ങനെ ടെമ്പററി ലേബലൊക്കെ കൊടുത്തതിന് ശേഷം അതിൽ ഏറ്റവും മിനിമം വരുന്ന 0 ഒഴികെ, 0ന് ഓൾറെഡി ഫിക്സ് ചെയ്തു. ടെമ്പററി ലേബൽ കൊടുത്തത് പിന്നെ പരിഗണിക്കേണ്ട, പെർമനന്റ് ലേബൽ കൊടുത്തത് പിന്നെ പരിഗണിക്കേണ്ട. ടെമ്പററി ലേബൽ കൊടുത്തിരിക്കുന്ന എല്ലാ വാല്യൂസും നോക്കുക. അതിലേറ്റവും മിനിമം വാല്യൂ ഏതാണോ അതിനെ പിന്നീട് പെർമനന്റ് ആക്കും. അതിനുശേഷം വീണ്ടും അടുത്ത ഐട്രേഷനിലേക്ക് പോകും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഏതെങ്കിലും കേസിൽ രണ്ട് വേർട്ടെക്സിന് ഒരുപോലെ വന്നു കഴിഞ്ഞാൽ, ഒരുപോലെ മിനിമം വാല്യൂ വന്നു കഴിഞ്ഞാൽ, ടെമ്പററി ലേബൽ കൊടുത്ത രണ്ട് വേർട്ടിസസിന്റെ വാല്യൂസ് ഒരേപോലെ വന്നു കഴിഞ്ഞാൽ അതിലേതെങ്കിലും ഒന്നിനെ പെർമനന്റ് ആക്കുക. ഏതായാലും കുഴപ്പമില്ല. ഓക്കെ, സ്റ്റെപ്പ് 1 and 2 ആർ റിപ്പീറ്റഡ് ആൾട്ടർനേറ്റീവ്ലി അൺടിൽ ദ ഡെസ്റ്റിനേഷൻ വെർട്ടെക്സ് ടി ഗെറ്റ്സ്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. പെർമനന്റ് ലേബൽ ഏതിന് കിട്ടണം?
നമ്മളെ ഡെസ്റ്റിനേഷൻ വെർട്ടെക്സിന് കിട്ടണം. അതുവരെ നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. ഏത് പ്രോസസ്സ്? നമ്മളെ ഫസ്റ്റും സെക്കൻഡും ഐറ്ററേഷൻ. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം, എന്നാലേ നിങ്ങൾക്ക് ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇവിടെ ഞാനിപ്പം തൽക്കാലം ഡൈഗ്രാഫിൻ്റെ കേസിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഡൈഗ്രാഫിൻ്റെ കേസിൽ നോക്കണം, ഒരു ഡയറക്ഷൻ നോക്കിയിട്ട് വേണം. ഇപ്പം എഫിന്ന് ജിയിലേക്ക് എന്തുണ്ട്? ഒരു പാത്ത് ഉണ്ട്. പക്ഷെ ജിന്ന് എഫിലേക്ക് എന്തില്ല? പാത്ത് ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ DIG വാല്യൂ എടുക്കുമ്പോൾ എങ്ങനെ എടുക്കുക? DFG എന്ന് പറഞ്ഞാൽ എഫിന്ന് ജിയിലേക്ക് 7 ആണ്. പക്ഷേ DGF എന്ന് പറഞ്ഞാൽ എത്രയാണ് കൊടുക്കുക? നമ്മൾ ഇൻഫിനിറ്റി ആണ് കൊടുക്കുക. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രാഫ് നോക്കുക, ഇതൊരു സിമ്പിൾ വെയ്റ്റഡ് ഗ്രാഫാണ്. അപ്പോൾ ആ സിമ്പിൾ വെയ്റ്റഡ് ഗ്രാഫിൽ ഒരു സിമ്പിൾ വെയ്റ്റഡ് ഗ്രാഫാണ്. അപ്പോൾ സിമ്പിൾ വെയ്റ്റഡ് ഗ്രാഫിൽ എത്ര വേർട്ടെക്സ് ഉണ്ട്? 3, 4, 5, 6, 7 വേർട്ടിസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗ് വേർട്ടെക്സ് എന്ന് പറഞ്ഞാൽ B എന്ന് പറയുന്ന വേർട്ടെക്സ് ആണ്, എൻഡിങ് വേർട്ടെക്സ് എന്ന് പറഞ്ഞാൽ G ആണ്. അത് മനസ്സിലാക്കണം. സോ നമ്മൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് വേർട്ടെക്സ് ടു ബി പെർമനൻ്റ്ലി ലേബിൾ ഈസ് അറ്റ് ദ ഡിസ്റ്റൻസ് 0 ഫ്രം S. The second vertex to get a permanent label out of the remaining n-1 vertices is the vertex closest to S. The remaining n-2 vertices, the next one to be permanently labeled is the second closest to. എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ആദ്യം ബിക്ക് തൊട്ടടുത്ത് ആദ്യം ബി തന്നെ. ബിക്ക് ആദ്യം പെർമനന്റ് ലേബൽ കിട്ടും. അതിനുശേഷം എല്ലാത്തിനും ടെമ്പററി ലേബലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ടെമ്പററി ലേബലിൽ ഫിക്സഡ് ആവാൻ പോകുന്നത് എന്തായിരിക്കും? ഈ ബിയു ആയിട്ട് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒന്നായിരിക്കും. ഒന്നിക്ക് ഇതായിരിക്കാം, അല്ലെങ്കിൽ ഇതായിരിക്കാം. ഒരു സമയം ഒറ്റൊന്നിന് മാത്രമേ പെർമനന്റ് ലേബൽ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നിന് എന്ത് ചെയ്യുക? പെർമനന്റ് ലേബൽ കൊടുക്കുക. ഇനി അടുത്തത് വീണ്ടും ഈ പറഞ്ഞിരിക്കുന്ന 2 ഒഴികെ പെർമനന്റ് ലേബൽ കിട്ടിയത് പിന്നെയുള്ള ഐറ്ററേഷനിൽ പങ്കെടുക്കുന്നില്ല. അപ്പം വീണ്ടും അടുത്ത ബാക്കിയുള്ള ഇതൊക്കെ നോക്കിയിട്ട് അതിലൊക്കെ ടെമ്പററി വേർട്ടിസസ് കൊടുക്കുക. അപ്പോൾ അത് ഈ ബിയിൽ നിന്നുള്ള തൊട്ടടുത്ത്, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന 2 വേർട്ടിസസിലും ഏറ്റവും ക്ലോസ് ആയിട്ട് വരുന്ന വേർട്ടെക്സ് ഏതാണോ അതിനാണ് അടുത്തത് എന്ത് ചെയ്യേണ്ടത്? പെർമനന്റ് കിട്ടേണ്ടത്. അതായത് ഇവിടെ ഒന്നിന് കിട്ടി, ഇനി അടുത്തത് നേരെ കൊണ്ടുപോയിട്ട് ഇവിടുന്ന് കിട്ടൂല എന്നർത്ഥം. എന്ന് വെച്ചാൽ ഓരോന്നിനും ഇങ്ങനെ എന്ത് ചെയ്യും? കൊടുത്തിട്ട് ലാസ്റ്റ് മാത്രമേ എന്തിന് കിട്ടൂലൂ? ജിക്ക് കിട്ടൂലൂ. അതായത് ഒറ്റ സ്റ്റേജിൽ ഇവിടുന്ന് എന്ത് ചെയ്യില്ല? ഇവിടത്തേക്ക് പെർമനന്റ് ലേബൽ കിട്ടൂല. അപ്പോൾ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ് എന്ത് വരിക? പെർമനന്റ് ലേബൽ നമ്മൾ കൊടുത്ത് പോവുക. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യം the second vertex to get a permanent label out of remaining n-1, ആദ്യത്തേന് 0 കൊടുത്തല്ലോ, is the vertex closest to S. The remaining n-1 vertex, n-2 vertices ഏതെങ്കിലും ഒന്നിന് പെർമനന്റ് ലേബൽ കൊടുത്തു. അപ്പോൾ 2 പെർമനന്റ് ലേബൽ കിട്ടി. Then അടുത്ത റിമൈനിങ് n-2 vertices, the next one to be permanent labeled is the second closest vertex to S. S എന്ന് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് വരുന്നത്. കാരണം S എന്ന് ടിയിലേക്കുള്ള മിനിമം ഡിസ്റ്റൻസ് അല്ല എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എസ് എന്ന് ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസിൽ നിൽക്കുന്ന അടുത്ത വേർട്ടെക്സിനാണ് എന്ത് കിട്ടുക? അടുത്ത ഈ പറഞ്ഞിരിക്കുന്ന പെർമനന്റ് ലേബൽ കിട്ടുക. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് എന്തിന് കിട്ടണം? ടിക്ക് ഏറ്റവും പെർമനന്റ് ലേബൽ കിട്ടുക. എല്ലാത്തിനും പെർമനന്റ് ലേബൽ അസൈൻ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അവിടെ ജസ്റ്റ് ടിക്ക് എപ്പോഴും എന്ത് ചെയ്യാം? നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ ടിക്ക് ലാസ്റ്റ് പെർമനന്റ് ലേബൽ അസൈൻ ചെയ്യുന്നത് വരെ നമ്മൾ ഈ പ്രോസസ്സ് എന്ത് ചെയ്യണം? കണ്ടിന്യൂ ചെയ്യണം. ആൻഡ് സോ ഓൺ. ദ പെർമനന്റ് ലേബൽ ഓഫ് ഈച്ച് വേർട്ടെക്സ് is the shortest distance of that vertex from S. ഓക്കെ, അപ്പോൾ ആ പ്രൂഫ് ഒന്നും വേണ്ട, നമുക്ക് തൽക്കാലം അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. ദ പെർമനന്റ് ലേബൽ ഓഫ് ഈച്ച് വേർട്ടെക്സ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ദാറ്റ് ഓഫ് എസ്. എസ് എന്നുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ എന്ത്? ഇതിൻ്റെയൊക്കെ പെർമനന്റ് ലേബൽ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നോക്കിയിട്ട് നമുക്ക് എഴുതാൻ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഐറ്ററേഷൻ ഫോളോ ചെയ്തിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആൻസർ ചെയ്യണം. അപ്പോൾ ഐറ്ററേഷൻ ചെയ്യുമ്പം 2 രീതിയിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കാണും. ചില ടെക്സ്റ്റിൽ ഒറ്റ സ്റ്റേജ് ആയിട്ടായിരിക്കും, ചില ടെക്സ്റ്റിൽ കുറേ ലെങ്തി ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും? എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ടാവും. ഞാനൊരു ഒറ്റ സ്റ്റേജിൽ വരുന്നതാണ് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, വേറൊന്നും കൊണ്ടല്ല. സ്റ്റെപ്സ് കൂടുമ്പം ഇവിടെ കൺഫ്യൂഷൻ വല്ലാതെ അങ്ങ് കൂടിപ്പോകും. ഓക്കെ, മറ്റേതാകുമ്പോൾ ഒരു ഒറ്റ മാട്രിക്സ്, ആ മാട്രിക്സിൽ നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കത് ഒറ്റ നോട്ടത്തിൽ ആൻസർ അതിൻ്റെ അകത്ത് നോക്കി കണ്ടുപിടിക്കാം. അത് ഫില്ല് ചെയ്യാൻ പഠിച്ചാൽ മാത്രം മതി. അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. An illustration of Dijkstra's procedure. Let us find the distance from vertex B to G. അതായത് തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞ ഗ്രാഫ്, വെർട്ടെക്സ് ബിന്ന് ജിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? ഒരു
ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസുള്ള പാത്ത് കണ്ടുപിടിക്കണം. അത് നമ്മൾ ഈ ഗ്രാഫിൽ ചെയ്യാൻ പോകുന്നത്. ഷോൺ ഇൻ ഫിഗർ എന്ന് പറയുന്നത് ടോട്ടൽ മുന്നേ ഉള്ളത്. വി ഷാൽ യൂസ് എ വെക്ടർ ഓഫ് ലെങ്ത് 7 ടു ഷോ ദ ടെമ്പററി ആൻഡ് പെർമനന്റ് ലേബൽ ഓഫ് ദി വേർട്ടിസസ് ആസ് വി ഗോ ത്രൂ ദി സൊല്യൂഷൻ. ഓക്കെ, ഒരു വെക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് കോളമാണ്, കോളം അല്ലെങ്കിൽ റോ. Okay, the permanent label will be shown enclosed in a square, and the most recently assigned permanently label in the vector is indicated by tick. എന്താണ് പെർമനന്റ് ലേബൽ കിട്ടിക്കഴിഞ്ഞാൽ ആ പെർമനന്റ് ലേബലിന് എന്ത് ചെയ്യുക, സ്ക്വയർ ചെയ്യുക. ഇപ്പം 5 എന്ന് പറയുന്നതിന് ഒരു വെർട്ടെക്സ്, വി എന്ന് പറയുന്ന വെർട്ടെക്സിന്റെ DIJ വാല്യൂ സപ്പോസ് 5 കിട്ടി, അത് പെർമനന്റ് ആണെങ്കിൽ അപ്പോൾ 5ന് ഞാൻ എന്ത് ചെയ്യുന്നു, എൻഡ് റെക്ടാങ്കിൾ ചെയ്യുക, ഇങ്ങനെ കൊടുക്കുക. ഇനി ഈ പറഞ്ഞിരിക്കുന്ന തൊട്ട് മുന്നേ ഉള്ളത്, അതായത് ആ ഒരു ഐട്രേഷൻ തീരുമ്പം ഏതിനാണോ പെർമനന്റ് ലേബൽ കിട്ടുന്നത് അതിന് ജസ്റ്റ് എന്ത് ചെയ്യുക, ടിക്ക് കൊടുക്കുക. ഓക്കെ, ഇപ്പം 5-6 സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുള്ളൊരു സാധനമാണെങ്കിൽ 5-6 സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ളൊരു വെർട്ടെക്സ് ഉണ്ടാവുമല്ലോ, അവസാനം പെർമനന്റ് ലേബൽ കിട്ടിയ വെർട്ടെക്സ്, അതിന് ടിക്ക് കൊടുക്കുക, ബാക്കിയുള്ളതിനൊന്നും ടിക്കിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഒരു ഐട്രേഷനിൽ ഒരു ടിക്കിട്ട എൻഡ് റെക്ടാങ്കിൾ ഉണ്ടാവുള്ളൂ, പെർമനന്റ് കിട്ടിയ എല്ലാവർക്കും എൻഡ് റെക്ടാങ്കിൾ കൊടുക്കുക. അപ്പോൾ നമ്മൾ പ്രൊസീജിയർ ഡിസ്ക്രൈബ് ചെയ്യാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് A മുതൽ G വരെയുള്ള വാല്യൂ ഈ റോ വൈസും ജസ്റ്റ് റോ വൈസും എഴുതി വെക്കണം. അതുപോലെ കോളം ബേസും ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂസ് എഴുതി വെക്കുക. സോറി, അതായത് A B C ഈ പറഞ്ഞിരിക്കുന്ന D E F എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ വാല്യൂസ് ജസ്റ്റ് അപ്പോൾ നോക്കാം. നമ്മൾ ഇനി ഇവിടെ ചെയ്യാൻ പോകുന്നത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റത്തെ നമ്മുടെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു റോ വെക്ടറാണ്. അപ്പോൾ ആ റോ വെക്ടറിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, സ്റ്റാർട്ടിംഗ് വേർട്ടെക്സിന് എന്ത് കൊടുത്തു, സ്റ്റാർട്ടിംഗ് വേർട്ടെക്സ് ബിക്ക് ലേബൽ 0 കൊടുത്തു. ആ 0 കൊടുത്തത് എന്താ, 0 ആണ്. നമ്മൾ തൊട്ടക്കത്ത് പറഞ്ഞു ഫസ്റ്റ് എന്ത് ചെയ്യണം, ഫസ്റ്റ് ഇതിന് ഞാൻ 0 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. ഓക്കെ, കാരണം ഇതാണ് എന്ത് സ്റ്റാർട്ടിങ്. ബാക്കിയുള്ളതിനൊക്കെ ഞാൻ എന്ത് കൊടുത്തു, ഇൻഫിനിറ്റിന്നുള്ള വാല്യൂ അസൈൻ ചെയ്തു. ബാക്കിയുള്ള എല്ലാ വേർട്ടിസസിനും ഇൻഫിനിറ്റിന്നുള്ള ലേബൽ ഞാൻ അസൈൻ ചെയ്തു. ഓക്കെ, ഇനി നോക്കുക, ഫസ്റ്റ് കേസിൽ നമ്മൾ ബിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ബിയിൽ ഈ പറഞ്ഞിരിക്കുന്ന ലേബൽ എന്താണ്, പെർമനന്റ് ആണ്. സോ അതിന് ഞാൻ എന്ത് ചെയ്തു, എൻഡ് റെക്ടാങ്കിൾ ചെയ്തു. ഇനി അടുത്ത ഐട്രേഷനിലേക്ക് പോവാണ്. അടുത്ത ഐട്രേഷനിലേക്ക് പോകുന്നതിന് മുന്നേ തൊട്ട് പ്രീവിയസ് കേസിൽ പെർമനന്റ് വാല്യൂ കിട്ടിയ അല്ലെങ്കിൽ പെർമനന്റ് ലേബൽ കിട്ടിയ വാല്യൂ ഏതാ, 0. അതിന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ടിക്ക് ചെയ്യുക. ഓക്കെ, ദെൻ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് വരുന്നു. അപ്പോൾ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ അതിൽ ആദ്യം ചെയ്യുന്നത് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, 0ന് നമ്മൾ എന്ത് കൊടുത്തു, ഒരു പെർമനന്റ് ലേബൽ നമ്മൾ അസൈൻ ചെയ്തു. ബി എന്ന് പറഞ്ഞ വെർട്ടെക്സിന് ഒരു പെർമനന്റ് ലേബൽ അസൈൻ ചെയ്തു. തൊട്ട് പ്രീവിയസ് കേസിൽ പെർമനന്റ് ലേബൽ കിട്ടിയത് ആദ്യത്തെ സ്റ്റേജിൽ എപ്പോഴും എന്തായിരിക്കും, നമ്മളെ സ്റ്റാർട്ടിംഗ് വെർട്ടെക്സിനായിരിക്കും പെർമനന്റ് ലേബൽ കിട്ടുക. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എയുടെ ബിയുടെ സക്സസേഴ്സ് എന്ന് പറഞ്ഞാൽ ബിന്ന് അഡ്ജസൻ്റ് ആയിട്ടുള്ള എല്ലാ വേർട്ടിസസിനും എന്ത് കൊടുക്കണം, ലേബൽ കൊടുക്കണം. എങ്ങനെ കൊടുക്കും നോക്കാം. അപ്പോൾ ഇവിടെ 0, ഇവിടെ എത്രയാ, ഇൻഫിനിറ്റി, ഇവിടെ എത്രയാ, ഇൻഫിനിറ്റി. എല്ലാത്തിനും ബാക്കിയുള്ള എല്ലാ വേർട്ടിസസിനും നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, ഇൻഫിനിറ്റി കൊടുത്തു. ഇത് സ്റ്റാർട്ടിംഗ് ആണ്. സോ ഇതിന് ഞാൻ എന്ത് ചെയ്തു, എൻഡ് റെക്ടാങ്കിൾ ചെയ്തു. ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഒരു ടിക്ക് മാർക്ക് കൊടുത്തു. കാരണം തൊട്ട് ആദ്യത്തെ സ്റ്റേജിൽ പെർമനന്റ് ലേബൽ കിട്ടിയത് ഇതിനാണ്. ഇനി നോക്ക്, നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ലേബല് പ്ലസ് നമ്മൾ ഇതിനോട്, അതായത് തൊട്ട് മുന്നേ കിട്ടിയ ലേബൽ കിട്ടിയ വെർട്ടെക്സ് ഏതാണോ അതിനിടയിൽ എഡ്ജ് ഉണ്ടെങ്കിൽ, അതായത് പ്ലസ് DIJ വാല്യൂ, അതാണ് ഇവിടെ ആ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ. ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാം, എന്താണ്, മിനിമം ഓഫ് ഓൾഡ് ലേബൽ ഓഫ് ജെ. ഓക്കെ, ഓൾഡ് ലേബൽ ഓഫ് ജെ എന്ന് പറഞ്ഞാൽ എന്താ, ഇൻഫിനിറ്റി. ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ അങ്ങനെ തന്നെ ഓർത്ത് വെക്കുക. മിനിമം ഓഫ് ഓൾഡ് ലേബൽ ഓഫ് ജെ, ഓൾഡ് ലേബൽ ഓഫ് I പ്ലസ് DIJ. ഈ I എന്ന് ഉദ്ദേശിക്കുന്നത് തൊട്ട് ഇതിൽ ഇത് കിട്ടില്ല, അത് അങ്ങനെ ഓർത്ത് വെക്കുക ഇക്വേഷൻ. മിനിമം ഓഫ് ഓൾഡ് ലേബൽ ഓഫ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നില്ല, ഓൾഡ് ലേബൽ ഓഫ് ജെ. ഓക്കെ, ദെൻ പ്രീവിയസ് എന്താണ്, ഓൾഡ് ലേബൽ ഓഫ്
ഓൾഡ് ലേബൽ ഓഫ് ഐ പ്ലസ് ഡി ഐ ജെ. ഈ രണ്ട് വാല്യൂസ് എന്നിട്ട് ഓൾഡ് ജെ എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന അടുത്ത ഐട്രേഷനിലേക്ക് വരുന്നതിന് മുന്നേ, അടുത്ത ഐട്രേഷനിൽ പിന്നെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്, ഓൾഡ് ആണ്. അപ്പോൾ അവിടെ എക്ക് കറന്റ് ഇപ്പം എന്താണോ ഉള്ളത് അപ്പോൾ ആ വാല്യൂ എത്രയാ, ഇൻഫിനിറ്റി ആണ്. സോ നമ്മൾ എടുക്കുന്നത് മിനിമം ഓഫ് എന്ത് വരും, ഇൻഫിനിറ്റി കോമ നോക്കാം. ഈ ഓൾഡ് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന എ എന്ന് പറയുന്നതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഇൻഫിനിറ്റി ആണ് ഓൾറെഡി ഉള്ളത്. ഇനി ഓൾഡ് ആയിട്ട് വരുന്ന ഇൻഫിനിറ്റി വാല്യൂ, ആ ഇൻഫിനിറ്റിനോട് എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മുടെ സീറോയും കൂടി, സീറോ ആണ് സോറി തൊട്ട് പ്രീവിയസ് കേസിൽ നമുക്ക് ലേബിൾഡ് ആയിട്ടുള്ള ഏതാ, ഇത് ഓൾഡ് ഐ ആണ്. തൊട്ട് പ്രീവിയസ് കേസിൽ ഏതിനാണോ പെർമനന്റ് ലേബൽ കിട്ടിയത് ആ വാല്യൂ എത്രയാ, 0 പ്ലസ് എന്ത് കൊടുക്കുക, ഡി ഐ ജെ മീൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡി എ ബി എന്ന് പറഞ്ഞ വാല്യൂ എത്രയാ, 7. അപ്പൊ ഇതിൽ ഏതാ ഏറ്റവും മിനിമം വാല്യൂ, 7 അല്ലേ, കാരണം ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ വലിയൊരു വാല്യൂ ആണ്. 0+7 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, 7 തന്നെയാണ്, അത് ഏറ്റവും വലുതാണ്. ഏറ്റവും ചെറിയ വാല്യൂ ആണ്. അപ്പം മിനിമം വാല്യൂ എന്ന് പറയുന്നത് എന്ത് വരും, 7. അപ്പോൾ എയുടെ ഇൻഫിനിറ്റി എന്ന് പറയുന്ന ലേബൽ എന്തായിട്ട് മാറും, 7 എന്ന് പറയുന്ന പുതിയ ലേബലായിട്ട് മാറും. ഓക്കെ, എക്ക് പുതിയൊരു ന്യൂ ലേബൽ കിട്ടി. ഇനി നോക്ക്, എപ്പോഴും അടുത്ത സ്റ്റേജിൽ വരുമ്പോൾ എന്തായിരിക്കും, ഈ പറഞ്ഞിരിക്കുന്ന ലേബൽ ചെയ്ത വേർട്ടെക്സ് എന്നുള്ള അഡ്ജസന്റ് വേർട്ടെക്സിനാണ് എന്ത് കിട്ടുക, പുതിയ ലേബൽ കിട്ടുക. ഓക്കെ, അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കാം. അപ്പോൾ എക്ക് കിട്ടി. ഇനി അതുപോലെ സിയുടെ ഒന്ന് ആലോചിച്ച് നോക്ക്, സിക്ക് ഓൾറെഡി ഉള്ളത് ഏതാ, ഇൻഫിനിറ്റി. അപ്പോൾ സിക്ക് ഓൾറെഡി ഉള്ളത് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ആ വാല്യൂ എനിക്ക് മാറ്റണം. എങ്ങനെ വരും നോക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് സിയുടെ കേസാണ്. ഓക്കെ, ഇനി ഞാൻ സിയുടെ കേസ് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യുന്നു, സിയുടേത്. അപ്പോൾ സിയുടേത് എടുക്കുമ്പം മിനിമം ഓഫ് ഓൾഡ് ലേബൽ ഓഫ് സി കോമ ഓൾഡ് ലേബൽ ഓഫ് ഏത്, സിയിലേക്ക് തൊട്ട് പ്രീവിയസ് സ്റ്റേജിൽ ഏതിലാണോ പെർമനന്റ് ലേബൽ കിട്ടിയത് അതേതാണ്, തൊട്ട് പ്രീവിയസ് കേസിൽ കിട്ടിയത് ബി ആണ്. ഓൾഡ് ലേബൽ ഓഫ് ബി പ്ലസ് എന്ത് വരും, ഡി, ആ പറഞ്ഞിരിക്കുന്ന ബിന്ന് സി, ഡി ബി സി. ഓക്കെ, അപ്പോൾ അതെത്രയാണ് വരിക, ദാറ്റ് ഈസ് ഈക്വൽ ടു മിനിമം ഓഫ് ഓൾഡ് ലേബൽ ഓഫ് സി എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഇൻഫിനിറ്റി ആണ്. ഓൾഡ് ലേബൽ ഓഫ് ബി എന്ന് പറഞ്ഞാൽ 0 പ്ലസ് ഡി ബി സി എന്ന് പറഞ്ഞാൽ 1. ദാറ്റ് ബി ഈക്വൽ ടു എന്ത് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു മിനിമം ഓഫ് ഇൻഫിനിറ്റി 1 വെച്ച് ഏറ്റവും മിനിമം വാല്യൂ ഏതാ, 1. സോ വാല്യൂ എത്ര വന്നു, 1. അപ്പോൾ ഇതിന് എന്ത് കൊടുക്കുക, 1 എന്ന് കൊടുക്കുക. ബാക്കിയുള്ളതിന് എന്തെങ്കിലും ചേഞ്ച് വരുമോ, ഇല്ല. കാരണം ബിയുടെ തൊട്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള വേർട്ടിസസിന് മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, ഈ പറഞ്ഞിരിക്കുന്ന പുതിയ ലേബൽ കിട്ടുള്ളൂ. കാരണം ബാക്കിയുള്ളത് നിങ്ങളതിന് കൊടുക്കാൻ ശ്രമിച്ചാലും, ഒന്ന് നോക്ക്, എന്ന് പറയുന്നതിലാണ് ഞാൻ എന്ത് ചെയ്യുന്നു, ലേബൽ കൊടുക്കാൻ ശ്രമിച്ചാൽ എന്താ സംഭവിക്കുക, ഓൾഡ് ലേബൽ എന്ന് പറഞ്ഞാൽ എന്താ, മിനിമം ഓഫ് ഓൾഡ് ലേബൽ ഓഫ് ഇ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി. ദെൻ തൊട്ട് പ്രീവിയസ് ഇതിൽ ബി ആണ്, ബിയുടേത് 0 ആണ് അല്ല, 0 പ്ലസ് ബി ടു ഇ, ഡി ബി ഇ എന്ന് പറഞ്ഞാൽ എന്താ, ബി ഇയിലേക്ക് എന്തില്ല, ബി ഇയിലേക്ക് ഒരു ഡയറക്റ്റഡ് എഡ്ജ് ഇല്ല. അപ്പോൾ അവിടെ നമ്മൾ എന്താ കൊടുക്കുക, ഇൻഫിനിറ്റി. അപ്പം മിനിമം ഓഫ് ഇൻഫിനിറ്റി കോമ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, ഇൻഫിനിറ്റി തന്നെയാണ്. അപ്പോൾ തൊട്ട് പ്രീവിയസ് ആയിട്ട് വരുന്ന പെർമനന്റ് ലേബൽ അല്ലെങ്കിൽ ടെമ്പററി ലേബൽ, ഏതെങ്കിലും തരത്തിലുള്ള ലേബൽ കിട്ടിയ വേർട്ടെക്സുമായിട്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള വേർട്ടക്സസിന് മാത്രമേ എന്ത് കിട്ടുള്ളൂ, പുതിയ വാല്യൂ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള വാല്യൂ തന്നെ എന്താവും, റീറ്റെയിൻ ചെയ്യും. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ വാല്യൂ തന്നെയാണ് അവിടെ കൊടുക്കുക. അതാണ് രണ്ടാമത്തെ റോ ആലോചിക്കാൻ നോക്ക്. എ എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് കിട്ടി, 7 എന്ന് പറയുന്ന ഒരു പെർമനന്റ് ലേബൽ കിട്ടി. സിക്ക് എന്ത് കിട്ടി, 1 എന്ന് പറയുന്ന ഒരു പെർമനന്റ് ലേബൽ കിട്ടി. ദെൻ ബാക്കിയൊക്കെ എന്ത് തന്നെയാണ്, ഇൻഫിനിറ്റി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് എക്ക് ഒരു ലേബൽ കൊടുത്തു. ദെൻ ഇവിടെ നോക്കാം, 7 1 ഇതിൽ ഏറ്റവും മിനിമം വാല്യൂ ഏതാ, ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത് 7 ഉണ്ട്. അതായത് ടെമ്പററി ലേബൽ ഉള്ളതിൽ ഏറ്റവും മിനിമം. 0 എന്ന് പറഞ്ഞാൽ എന്താ, പെർമനന്റ് ആണ്. അപ്പോൾ അത് 0 നോക്കേണ്ട ആവശ്യമില്ല. 7 1 ഇൻഫിനിറ്റി 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 ഇൻഫിനിറ്റി, ഏറ്റവും മിനിമം വാല്യൂ ഏതാ, 0 ആണ്. അപ്പോൾ അതിനൊന്ന് ജസ്റ്റ് ടിക്ക് മാർക്ക് ഇടുക, കാരണം ഏറ്റവും മിനിമം ആണ് എന്നുള്ളത്. അടുത്ത സ്റ്റേജിൽ ഏതാണ് പെർമനന്റ് ലേബൽ കൊടുക്കേണ്ടത്, ആ സ്റ്റേജിൽ ടെമ്പററി ലേബലിൽ ഏറ്റവും മിനിമം ഏതാണോ 1 ആണ്, അതിനെന്ത് ചെയ്യുക, പെർമനൻ്റ്ലി ലേബൽ ആക്കുക. ക്ലിയർ ആണല്ലോ. സോ ദ സ്മോളസ്റ്റ് ലേബൽ ബിക്കം പെർമനൻറ്റ്, അതവിടെ പെർമനൻ്റ് ആയി. അപ്പോൾ എന്ന് വെച്ചാൽ
ഈ വാല്യൂ പെർമനന്റ്, എയുടേത് ഇപ്പോൾ എന്ത് തന്നെയാണ്, ടെമ്പററി തന്നെയാണ്, എക്ക് മാറ്റൂല. എയുടേത് ഇൻഫിനിറ്റി മാറിയിട്ട് എന്ത് വന്നു, 7 വന്നു. പക്ഷെ ആ 7 എന്തല്ല, ടെമ്പററി ലെവലാണ്. ചിലപ്പം 7ഉം കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ എന്താവും, മാറ്റം വരും എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നു. അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പം നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പം തൊട്ട് പ്രീവിയസ് ആയിട്ട് കിട്ടിയത് അല്ലെങ്കിൽ എൻ റെക്ടാങ്കിൾ ഏതാണ്, ഈ പറഞ്ഞിരിക്കുന്ന സി എന്ന് പറയുന്ന വേർട്ടെക്സ് ആണ്. അപ്പോൾ ഇനി നമ്മൾ എയുടെ ഇനി എന്ത് ചെയ്യുന്നു, അടുത്ത ഓരോ വേർട്ടിസസ് ബിയും സിയും ഓൾറെഡി പെർമനന്റ് ലെവൽ കിട്ടി. ബാക്കിയുള്ള വേർട്ടെക്സസ് എന്ത് ചെയ്യണം, നമുക്ക് പെർമനന്റ് ലെവൽ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എയുടേത് കൊടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ ലേബൽ ഓഫ് എ എന്ന് പറയുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട് ലേബൽ ഓഫ് എ ഞാൻ ജസ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, മിനിമം ഓഫ് ഓൾഡ് ലേബൽ ഓഫ് എ. ഓൾഡ് ലേബൽ ഓഫ് എ എന്ന് പറഞ്ഞാൽ എത്രയാ, ഇൻഫിനിറ്റി മാറിയിട്ട് എന്ത് വന്നിട്ടുണ്ട്, 7 വന്നിട്ടുണ്ട്. പക്ഷെ അത് പെർമനന്റ് അല്ല, ടെമ്പററി ആണ്. അപ്പോൾ 7, തൊട്ട് പ്രീവിയസ് കേസിൽ ഓൾഡ് ലേബൽ ഓഫ് ഐ എന്ന് ഉദ്ദേശിക്കുന്നത് ബിയുടേതല്ല. ഈ ഒരു ഫസ്റ്റ് കേസിൽ ബിക്ക് പെർമനന്റ് ലെവൽ കൊടുത്തു. രണ്ടാമത്തെ സ്റ്റേജിൽ എന്തിന് പെർമനന്റ് ലെവൽ കൊടുത്തിട്ടുണ്ട്, സിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഏതിനാണോ പെർമനന്റ് ലെവൽ കൊടുത്തത് അതിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്, അതിന് മുന്നേ ഉള്ള ഡിസ്റ്റൻസ് അല്ല എന്ന് മാത്രം. അപ്പോൾ ഇവിടെ എന്താ വരിക, ഇവിടെ ആ ഡിസ്റ്റൻസ് എത്രയാ, ഓൾഡ് ലെവൽ എത്രയാ, ഡിസ്റ്റൻസ് അല്ല ഓൾഡ് ലെവൽ എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 1 പ്ലസ് ഇനി നോക്ക് DIJ എന്ന് പറഞ്ഞാൽ എന്താ, ആ ഓൾഡ് ലെവൽ കൊടുത്ത, അതായത് തൊട്ട് പ്രീവിയസ് സ്റ്റേജിൽ ഏത് വെർട്ടെക്സിനാണോ പെർമനന്റ് ലെവൽ കിട്ടിയത് ആ വെർട്ടെക്സ് നിന്ന് നമ്മൾ ഏത് വെർട്ടെക്സിലാണോ ഇനി ലേബൽ ചെയ്യാൻ പോകുന്നത് അതിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണോ ആ വാല്യൂ ആണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, DIJ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എത്രയാണ്, 3 അല്ലേ. അപ്പം 3 കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് വരും, മിനിമം ഓഫ് 7,4. മിനിമം ഏതാ, 4 എന്ന് വെച്ചാൽ എന്ത് കിട്ടി, ഇവിടെ 4 എന്ന് പറയുന്ന വാല്യൂ മാറി. അതായത് 7 പകരം അടുത്ത ടെമ്പററി ലേബൽ, അത് പെർമനന്റ് ആണോ എന്ന് എനിക്കറിയില്ല. പെർമനന്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം, ആ സ്റ്റേജിൽ ഏറ്റവും ലീസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഈ 4 ആയിരിക്കണം. ടെമ്പററി ലേബൽ കിട്ടിയതിൽ ഏറ്റവും മിനിമം വാല്യൂ 4 ആണെങ്കിൽ അത് പെർമനന്റ് ആവും, അല്ലെങ്കിൽ പെർമനന്റ് ആവില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എയുടെ മിനിമം വാല്യൂ 4 കിട്ടി. ഇനി ഇതേപോലെ ഓരോന്നും കണ്ടുപിടിക്കണം. ഇനി ഈയുടെ കണ്ടുപിടിച്ചാലോ, ഈയുടെ കണ്ടുപിടിക്കുമ്പോൾ നോക്കാം. ലേബൽ ഓഫ് ഇ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക, മിനിമം ഓഫ് ഓൾഡ് ലേബൽ ഓഫ് ഇ എന്ന് പറഞ്ഞാൽ എത്രയാ, ഇൻഫിനിറ്റി. ദെൻ ഈ പറഞ്ഞിരിക്കുന്ന തൊട്ട് പ്രീവിയസ് സ്റ്റേജിൽ പെർമനന്റ് ലേബൽ കിട്ടിയത് സി ആണ്. അതിൻ്റെ ലേബൽ എന്ന് പറഞ്ഞാൽ 1 ആണ്. പ്ലസ് ആ സിയിൽ നിന്ന് ഇയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 4. ഓക്കെ, 4. സോ അത് രണ്ടും കൂടി മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ഏതാ വരിക, ഇൻഫിനിറ്റിയും 5ഉം. ഇൻഫിനിറ്റി 5ൽ മിനിമം വാല്യൂ എത്രയാ, 5. അപ്പം ഇയുടെ വാല്യൂ ഇൻഫിനിറ്റി മാറിയിട്ട് എന്ത് വരും, 5 വരും. അതുപോലെ എഫിൻ്റെ വാല്യൂ എത്ര വരും, എഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് തൊട്ട് പ്രീവിയസ് സ്റ്റേജിൽ എഫിൻ്റെ ഓൾറെഡി ഉള്ളത് ഏതാ, ലേബൽ ഓഫ് എഫ് വരുമ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു മിനിമം ഓഫ് എന്ത് വരും, മിനിമം ഓഫ് ഇൻഫിനിറ്റി എന്ത് വരും, ഓൾഡ് ലേബൽ എന്ന് പറയുന്നത് ഓൾഡ് ലേബൽ ഓഫ് പ്രീവിയസ്ലി ഗെറ്റിംഗ് പെർമനന്റ് വെർട്ടെക്സ് ഏതാണത്, സി ആണ്. അതിൻ്റെ 1 ആണ്. പ്ലസ് DIJ എന്ന് ഉദ്ദേശിക്കുന്നത് സി എന്ന് എഫിലേക്കുള്ള വാല്യൂ എത്രയാണത്, 3. അപ്പോൾ അതെത്ര വരും, അതും 4 തന്നെ. അപ്പോൾ എഫിനും എന്ത് കൊടുക്കുക, 4 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കാം. ഓക്കെ, ഇനി ജിക്ക് എന്തൊക്കെ മാറ്റം വരുമോ, കാരണം സിന്ന് എന്തില്ല, ഡയറക്റ്റ് ആയിട്ട് ജിയിലേക്ക് ഒരു എഡ്ജും ഇല്ല. സോ അത് ഇൻഫിനിറ്റി ആയിരിക്കും. അതുപോലെ ഡിയും ഇൻഫിനിറ്റി ആയിരിക്കും. കാരണം എന്താ, സിന്നുള്ള ഡിസ്റ്റൻസ് ആണ് നോക്കേണ്ടത്, എന്ന് എടുക്കരുത്. ഇവിടെ കൊണ്ടുപോയിട്ട് ഈടെ 8 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് 8 + 7 = 15 എന്ന് എഴുതരുത്. കാരണം എന്താണ്, സിന്നുള്ള ഡിസ്റ്റൻസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടൂ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ L of D എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, L of D മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ L of D അതായത് ലേബൽ ഓഫ് ഡി എന്ന് പറയുന്നത് നമ്മൾ ഇനി ജസ്റ്റ് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ലേബൽ ഓഫ് ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു മിനിമം ഓഫ് എന്ത് വരും, മിനിമം ഓഫ് ഓൾഡ് ലേബൽ ഓഫ് ഡി എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി. തൊട്ട് പ്രീവിയസ് കേസിൽ ലേബൽ കിട്ടിയത് ഏതാ, 1 പ്ലസ് ഈ പറഞ്ഞിരിക്കുന്ന സിന്ന് ഡിയിലേക്കുള്ള ഡയറക്റ്റ് എഡ്ജ് എത്രയാ, ഇല്ല. ഡയറക്റ്റ് എഡ്ജ് ഉണ്ടോ, ഇന്ന് പോയിട്ടല്ലേ ഡിയിലേക്ക് വരുന്നത്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഒരു എഡ്ജ് ഇല്ല. സോ അത് എത്രയാണ്, ഇൻഫിനിറ്റി. സോ മിനിമം ഓഫ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എന്ത് തന്നെയാണ്, ഇൻഫിനിറ്റി. സോ ഡിയുടെ എന്ത് തന്നെയാണ്, സ്റ്റിൽ ഇൻഫിനിറ്റി തന്നെയാണ്. അതാണ് തേർഡ് റോ വരുന്നത്. അപ്പോൾ ഇവിടെ സെക്കൻഡ് സ്റ്റേജിൽ ഇതിനെ പെർമനൻ്റ് ആക്കി. നാലാമത്തേൽ നമ്മൾ
ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂസ് നോക്കി. അപ്പോൾ ഡിയുടേത് ഇൻഫിനിറ്റി, ഇയുടേത് ഓൾറെഡി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. എന്താണ് ഇയുടേത് 5 ആണെന്ന് നമുക്ക് പറഞ്ഞിരിക്കുന്ന ഇത് പ്രകാരം 1 + 4 5 എന്ന് പറഞ്ഞൊരു വാല്യൂ കിട്ടും. എഫിന് നമുക്ക് 4 കിട്ടിയിട്ടുണ്ട്. അതുപോലെ എക്കും എന്ത് കിട്ടിയിട്ടുണ്ട്? 4 കിട്ടിയിട്ടുണ്ട്. അപ്പം രണ്ട് ഇനിയുള്ള ടെമ്പററി ലേബൽ കിട്ടിയതിൽ 4 ഉണ്ട്, ഇൻഫിനിറ്റി 5, 4 ഇൻഫിനിറ്റി. അതിലേറ്റവും മിനിമം വാല്യൂ ഏതാ? 4 ആണ്. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഏത് ചൂസ് ചെയ്താലും കുഴപ്പമില്ല. ആ ചൂസ് ചെയ്യുന്നത് സപ്പോസ് ഞാൻ എഫ് ആണ് ചൂസ് ചെയ്യുന്നത് വിചാരിക്കുക. ഇനി എഫ് ചൂസ് ചെയ്താൽ ഉത്തരം കിട്ടുമെന്നൊന്നുമില്ല. എ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരി തന്നെയാണ്, അത് വെച്ചാലും പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒന്നല്ല എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം എഫ് ചൂസ് ചെയ്തു. ഇനി ആ എഫിനെ ഞാൻ എന്താക്കി അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പം എന്ത് വരും? സ്മോളസ്റ്റ് ലേബൽ, ഈ സംഭവം ഇവിടെ കൊടുക്കുക. സ്മോളസ്റ്റ് ലേബൽ ബിക്കം പെർമനൻറ്റ്, അതായത് എഫ് ബിക്കം പെർമനൻറ്റ്. അപ്പോൾ എക്സാമിന് എഴുതുമ്പം ഇതൊന്ന് സ്പെസിഫൈ ചെയ്യുക. സ്മോളസ്റ്റ് ലേബൽ ബിക്കം പെർമനൻറ്റ്, ദാറ്റ് ഈസ് സി ഗെറ്റ്സ്, അതും കൂടി ഒന്ന് ജസ്റ്റ് ചെയ്താൽ സി ഗെറ്റ്സ് പെർമനൻ്റ്ലി ലേബിൾഡ്. രണ്ടാമത് സക്സസേഴ്സ് ഓഫ് സി ഗെറ്റ് ലേബിൾഡ്. മൂന്നാമത്തേത് എന്ത് വരും? ഈ പറഞ്ഞിരിക്കുന്ന 4 പെർമനൻ്റ്ലി ലേബൽ എന്നുള്ളത് സ്മോളസ്റ്റ് ലേബൽ ബിക്കം പെർമനൻറ്റ് ആൻഡ് ദ വേർട്ടെക്സ് എഫ് ഗെറ്റ്സ് പെർമനൻറ്റ് ലേബൽ ആസ് 4. അതും കൂടി അതിൻ്റെ കൂടെ ഒന്ന് എഴുതി വെക്കണം. ഓക്കെ, ഈ റോൻ്റെ നേരെ ഇങ്ങനെ അതിൻ്റെ സ്റ്റെപ്പായി എഴുതിയാൽ മതി. ഇത് സെപ്പറേറ്റ് ആയിട്ട് എഴുതാം, പക്ഷെ അത് കുറേ ലെങ്തി ആവുന്നതുകൊണ്ടാണ് ഞാൻ ഒറ്റയടിക്ക് ഇതാക്കി തീർക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് വീണ്ടും ഇതേപോലെ ചെക്ക് ചെയ്യാൻ ഓരോന്നായിട്ട് ആക്കാം. അപ്പം ഈക്ക് കിട്ടിയത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഈ സ്റ്റേജിൽ നമുക്ക് കിട്ടിയ എങ്ങനെയാ? ഈ സ്റ്റേജിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇതിന് 5 കിട്ടിയിട്ടുണ്ട്, ഇത് 4, അത് പെർമനൻ്റ് ആണ്, അതാണ് ടിക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാണ്. എക്ക് എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഇല്ല. കാരണം എന്താ? എക്ക് വ്യത്യാസം വരും. ഏതാവും? എക്ക് വീണ്ടും എന്തായിട്ട് മാറും? ഇൻഫിനിറ്റി എന്നുള്ള വാല്യൂയിലേക്ക് വരും. നോക്കാം. സോറി, ഇൻഫിനിറ്റി വരും. ഏത് വാല്യൂ? എഫ് എന്നുള്ള വാല്യൂ. നമുക്ക് നോക്കാം. എൽ ഓഫ് എ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എൽ ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ? മിനിമം ഓഫ് ഓൾഡ് ലേബൽ ഓഫ് എ. ഓൾഡ് ലേബൽ എന്താ ചെയ്ത്? ഓൾഡ് ലേബൽ 4 അല്ലേ? നോക്കാം, ഇവിടെ ഓൾഡ് ലേബൽ എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 4, എന്ത് വരും? തൊട്ട് പ്രീവിയസ് സ്റ്റേജിൽ പെർമനൻ്റ്ലി ലേബൽ ആയിട്ടുള്ള വെർട്ടെക്സ് ഏതാണ്? എഫ് ആണ്. അതിൻ്റെ ലേബൽ വാല്യൂ എത്രയാണ്? 4 ആണ്. സോ 4 പ്ലസ് ആ എഫ് എന്ന് ഈ പറഞ്ഞിരിക്കുന്ന വെർട്ടെക്സ്, ഏത് വെർട്ടെക്സിനാണോ ഞാൻ ലേബൽ ചെയ്യുന്നത് അതിലേക്ക് എഡ്ജ് ഉണ്ടോ നോക്കുക. എഡ്ജ് ഉണ്ടോ? ഇല്ല. ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ 4ഉം 4 പ്ലസ് ഇൻഫിനിറ്റിയും. മിനിമം വാല്യൂ ഏതാ? 4 പ്ലസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഇൻഫിനിറ്റി. മിനിമം ഓഫ് 4 ഇൻഫിനിറ്റി എന്ത് വരും? 4. അപ്പോൾ എക്ക് എന്ത് തന്നെ വരും? അടുത്ത സ്റ്റേജിലും എന്ത് തന്നെ? 4. ഇനി അടുത്തത് ഈക്ക് നോക്കുക. ഈക്ക് നോക്കുമ്പോൾ ഓൾറെഡി എത്രയാണ്? ഈയുടേത് ഓൾറെഡി 5 ഉള്ളത്. അപ്പോൾ ലേബൽ ഓഫ് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് മാറും? മിനിമം ഓഫ് ഓൾറെഡി ഉള്ളത് 5, ദെൻ തൊട്ട് പ്രീവിയസ് കേസിൽ 4 പ്ലസ് ആ എഫ് എന്ന് ഇയിലേക്കുള്ളത് എത്രയാണ് ഡിസ്റ്റൻസ്? 4 വരും. സോ പ്ലസ് 4 എന്ന് കൊടുക്കുക. അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? മിനിമം ഓഫ് 5, 8. ഏത് തന്നെയാണ്? 5 തന്നെയാണ്. സോ ഈ കേസിലും എന്ത് തന്നെ? 5 തന്നെ. ഇനി ജിയിലേക്ക് എത്തുന്ന സമയത്ത് ജിയുടെ വാല്യൂ എത്ര വരും? ജിയുടെ വാല്യൂ 7 ഒന്ന് ചെയ്ത് നോക്കുക. ഇൻഫിനിറ്റി 4 പ്ലസ് 7, അതായത് മിനിമം വാല്യൂ 11 ആണ് വരിക. അപ്പം ജിക്ക് 11 കിട്ടും. ഡിക്ക് എന്ത് തന്നെ? ഇൻഫിനിറ്റി തന്നെ. ഡിക്ക് മാറ്റമൊന്നുമില്ല. ഓക്കെ, ഇനി ജിക്ക് 11 കിട്ടി. അപ്പം തന്നെ ഉത്തരം ശരിയാക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ജിക്ക് കിട്ടിയത് എന്തല്ല? പെർമനന്റ് ലേബൽ അല്ല, ടെമ്പററി ലേബലാണ്. ഇത് പെർമനന്റ്ലി ലേബൽ ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പ്രോസസ്സ് നോക്കാം. അപ്പോൾ അവിടെ കിട്ടിയ വാല്യൂ, ഈ സ്റ്റേജിൽ കിട്ടിയ വാല്യൂസ് ഏതൊക്കെയാ? എക്ക് 4, ഇക്ക് എന്ത് തന്നെ? 5 തന്നെ. ജിയുടെ വാല്യൂ എന്തായിട്ട് മാറി? ഇൻഫിനിറ്റി മാറി, 11 ആയി. ഡി എന്ത് തന്നെ? ഇൻഫിനിറ്റി. അതാണ് അടുത്തത് ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞത് 4, 0, 4. ഡിയുടെ വാല്യൂ നമ്മൾ 14 അല്ല, തൊട്ട് ഇതിൽ എന്ത് ചെയ്തു? പെർമനന്റ് ലെവൽ എഫ് അല്ലേ കൊടുത്തത്? എഫ് എന്ന് ഡിയിലേക്ക് എന്തില്ല? ഡയറക്റ്റ് ആയിട്ട് ഒരു എഡ്ജ് ഇല്ല. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ, സോറി, ഡയറക്റ്റ് ആയിട്ട് ഒരു എഡ്ജ് ഉണ്ട്, ഞാൻ വിട്ടുപോയതാണ്. സോറി, ഇങ്ങനെ ഒരു എഡ്ജ് ഉണ്ടല്ലോ, ഞാൻ കൺസിഡർ എല്ലാം കൂടി വരച്ചപ്പോൾ മൊത്തത്തിലൊന്ന് കൺഫ്യൂഷൻ ആയിപ്പോയി. അങ്ങനെ ഒരു എഡ്ജ് ഉണ്ട് അവിടെ. എഡ്ജ് ഞാൻ പരിഗണിച്ചില്ല, അതുകൊണ്ടാണ്.
ശ്രദ്ധിക്കണേ. അപ്പം ഡിക്ക് ഇൻഫിനിറ്റി അല്ല, ഡിക്ക് മാറ്റം വരും. കാരണം എന്താ, എൽ ഓഫ് ഡി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ ആ വെർട്ടെക്സ് എഡ്ജ് കണ്ടിട്ട്. അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യും, ഓൾറെഡി ഉള്ളത് ഇൻഫിനിറ്റി, മിനിമം ഓഫ് ഇൻഫിനിറ്റി കോമ ഓൾറെഡി പ്രീവിയസ്ലി ആയത് 4 പ്ലസ് ഇവിടുന്ന് എന്തുണ്ട് 10 എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. 14 ആണ് എന്ത് വരിക, ഡിയുടേത് 14 വരും. അപ്പോൾ നോക്കാം, എയുടേത് 4, ബിയുടെ 0, സി ഓൾറെഡി കിട്ടിയതാണ്, എഫും ഓൾറെഡി ഫിക്സഡ് ആയതാണ്. ബാക്കി വരുന്നത് 14, 5, 11. ഇതിൽ ഏറ്റവും മിനിമം ഏതാ, 4. അപ്പോൾ ഇവിടെ ഐ സ്റ്റേജ് എടുക്കുക. ഓക്കെ, അതായത് സക്സസേഴ്സ് ഓഫ് എഫ് ആർ ഗെറ്റ് ലേബിൾഡ്. ദെൻ അടുത്ത സ്റ്റേജിൽ ലീസ്റ്റ് വാല്യൂ ഗെറ്റ് പെർമനൻ്റ്ലി ലേബിൾ. ലീസ്റ്റ് വാല്യൂ ഏതാ, 4. അതായത് എ എന്തായി, എ പെർമനൻ്റ് ആയി. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്ത്, ഏതെങ്കിലും ആർബിട്രേറ്റ് എടുക്കാം. ആർബിട്രേറ്റ് എടുത്തത് അടുത്ത സ്റ്റേജിൽ പെർമനൻ്റ് ആവണം നിർബന്ധമൊന്നുമില്ല, ഈ സ്റ്റേജിൽ ആയി എന്ന് മാത്രം. ഓക്കെ, ഇനി വീണ്ടും പെർമനൻ്റ്ലി ലേബിൾഡ് ആയത് എ ആണ്. ഇനി എ എന്നുള്ള ഓരോ ഡിസ്റ്റൻസ് നോക്കാം. എന്ന് ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, 8 ആണ്. സോ 8 പ്ലസ് ഇതിൻ്റെ ഓൾറെഡി ഉള്ളത് എത്രയാണ്, 22, 4 പ്ലസ് 8 അത് 12 വരും. ഓൾറെഡി ഉള്ളത് 14. അപ്പം ഡിയുടെ അടുത്ത സ്റ്റേജിൽ എന്തായിട്ട് മാറും, 12 ആയിട്ട് മാറും. ഡിയുടെ 12 ആവും. ഈ പറഞ്ഞിരിക്കുന്ന ഈയുടേതോ, ഈക്ക് എന്തെങ്കിലും മാറ്റം വരുമോ, ഈ 5 ആണ്. നോക്കുക, 5, 5ഉം പിന്നെ തൊട്ട് പ്രീവിയസ്ലി എ അല്ലേ വന്നത്, എന്ന് ഇയിലേക്കുള്ള മിനിമം വാല്യൂ എന്ന് പറയുന്നത് ഏതാ, എന്ന് മീനിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 ആണ്. സോ എന്ത് വരും, എയുടേത് 4 പ്ലസ് 2 6. അപ്പോൾ മിനിമം ഓഫ് 4, 6, 5, 6 എന്ന് പറഞ്ഞത് തന്നെയാണ്, 5 തന്നെയാണ്. അപ്പോൾ ഈയുടേത് വ്യത്യാസം വരുന്നില്ല, 5 തന്നെ. ദെൻ എഫ് ഓൾറെഡി കിട്ടിയതാണ്. ഇനി ജിയുടെ വാല്യൂ നോക്കുക, ജിയിലും മാറ്റം വരില്ല. കാരണം എന്താ, എന്ന് ജിയിലേക്ക് എന്തില്ല, ഡയറക്റ്റ് എഡ്ജ് ഇല്ല. ഡയറക്റ്റ് എഡ്ജ് ഇല്ലാത്ത കേസിലൊക്കെ എന്താണ് വരിക, നമുക്ക് അതേ ലേബൽ റീറ്റൈൻഡ് ആവും. തൊട്ട് പ്രീവിയസ് സ്റ്റേജിൽ എത്രയാണോ അത് തന്നെയായിരിക്കും ആ കേസിലും റീറ്റൈൻഡ് ആവുക, എപ്പോൾ അതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു എഡ്ജ് ഇല്ലെങ്കിൽ. സോ ഇനി ഇതിൽ ഏറ്റവും മിനിമം എന്ന് പറയുന്നത് ഏതാ, പെർമനൻ്റ് ലേബൽ അല്ലാത്ത ടെമ്പററി ലേബൽ 12, 5, 11. ഏറ്റവും മിനിമം ഏതാണ്, 5. അപ്പോൾ 5 എന്താക്കി, പെർമനൻ്റ് ആക്കി. ഇനി ആ 5 എന്നുള്ള ഡിസ്റ്റൻസ്, അതായത് ഇ എന്നുള്ള ഡിസ്റ്റൻസ് നോക്കുക. അപ്പോൾ ഇ എന്നുള്ള ഡിസ്റ്റൻസ് നോക്കുന്ന സമയത്ത് ഓൾറെഡി ജിയിലേക്ക് എത്രയാണ് കിട്ടിയത്, ജിയിലേക്ക് ഓൾറെഡി 11 ഉള്ളത്. ഇനി ഇവിടെ എത്രയുള്ളത്, 5 ആണ്. ഇപ്പോൾ 5 പ്ലസ് അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ മിനിമം വാല്യൂ 11. ദെൻ 5 പ്ലസ് 2 എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, 7 ആയിട്ട് മാറും. അപ്പോൾ മിനിമം വാല്യൂ ഏതാ, 7 ആണ്. സോ അവിടെ 7 എന്നിടുക. ഓക്കെ, ഡിയുടേതും മാറ്റം വരും. കാരണം ഡിയുടേത് എന്തായിട്ട് മാറും, ഡിയുടേത് ഓൾറെഡി ഉള്ളത് 5 ആണ്, ഇവിടെ ഓൾറെഡി ഉള്ളത് 12 ആണ്. അപ്പോൾ 5 പ്ലസ് 1 എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, ജസ്റ്റ് ഇ ആണെന്ത് പെർമനൻ്റ്ലി ലേബൽ ആയത്. അപ്പോൾ ഇന്ന് എന്തില്ല, ഇന്ന് ഡിയിലേക്ക് എഡ്ജില്ല. ശ്രദ്ധിക്കണം, കാരണം ഡിന്ന് ഇയിലേക്കാണെന്ത് ഏരോ മാർക്ക്, ഇന്ന് ഡിയിലേക്ക് എന്തില്ല, എഡ്ജില്ല. അപ്പം മിനിമം വാല്യൂ എന്ത് തന്നെയായിരിക്കും, 12, ഓൾറെഡി പ്രീവിയസ് വരുന്ന ഇയുടെ ലേബൽ 5 പ്ലസ് ഡി ഐ ജി എന്ന് പറഞ്ഞ വാല്യൂ എത്ര, ഇൻഫിനിറ്റി ആണ്. അപ്പം മിനിമം വാല്യൂ എന്ത് തന്നെയായിരിക്കും, 12 തന്നെയാണ്, മാറ്റമില്ല. ഇനി വീണ്ടും നമ്മൾ ഏറ്റവും മിനിമം വാല്യൂ നോക്കുന്നു, 7 ആണ്. അപ്പോൾ 7 എന്തായി, പെർമനൻ്റ് ലേബലായി. ഓക്കെ, അപ്പോൾ ജി ആണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റ്. അതിന് പെർമനൻ്റ് ലേബൽ കിട്ടിക്കഴിഞ്ഞാൽ, അതാണ് ഡെസ്റ്റിനേഷൻ വെർട്ടെക്സ് ഗെറ്റ് പെർമനൻ്റ്ലി ലേബൽ എന്ന് വെച്ചാൽ നമ്മുടെ എന്തായി, നമ്മളെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. പിന്നെ ഇവിടെ ടെമ്പററി ലേബൽ കിട്ടിയ ഡി ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാത്തിലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പെർമനൻ്റ് ലേബൽ കിട്ടണം നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത്. ഒന്നുകൂടി വീഡിയോ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടും കൂടി നോക്കാം. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന മിനിമൽ പാത്ത് അല്ലെങ്കിൽ മിനിമൽ ഡിസ്റ്റൻസ് മാത്രം പോകുന്ന പാത്ത് നമ്മൾ ജസ്റ്റ് കണ്ടുപിടിക്കണം. ആ പാത്ത് എങ്ങനെയാണ് കിട്ടുക, നമുക്ക് പെർമനന്റ് ലേബൽ കിട്ടിയത് ഇത്രയാണ് അല്ലേ. അപ്പോൾ പെർമനന്റ് ലേബൽ കിട്ടിയതിൽ കൂടി 7 എന്ന് പറയുന്ന സമ്മ് കിട്ടുന്ന പാത്ത് ഏതാണെന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഇവിടുന്ന് ഏറ്റവും ആദ്യം സെലക്ട് ചെയ്ത് ഏതാ, 7 ദെൻ ഈ പറഞ്ഞിരിക്കുന്ന 4 2. ഇതാണ് നമുക്ക് ഏറ്റവും മിനിമം ആയിട്ട് വരുന്ന വാല്യൂ. ബാക്കി ഏത് നിങ്ങൾ പാത്ത് എടുത്ത് തരാം, ഇങ്ങനെ പോയി ഇങ്ങനെ വന്നിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ തന്നെ 6 ആയി, ഇവിടെ 8 ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെ ഓരോന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. അതിൽ ഏറ്റവും മിനിമം വരുന്ന വാല്യൂ ഏതാണെന്ന് വെച്ചാൽ അതാണത് ആ ഷോർട്ടസ്റ്റ് പാത്ത് ആയിട്ട് നമ്മൾ ലാസ്റ്റ് കാണിച്ചു കൊടുക്കേണ്ടത്. ദെർഫോർ ഷോർട്ടസ്റ്റ് പാത്ത് ഈസ് ഏതാണ്, B to C, C to E, E to G. ഇതാണ് നമ്മുടെ ഷോർട്ടസ്റ്റ് പാത്ത്.